ഹായ് ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനിവിടെ ചെയ്യുന്നത് ആക്റ്റീവ 3G വണ്ടിയുടെ പെട്രോൾ ഫ്ലോട്ട് വർക്ക് ചെയ്യുന്നില്ല. അതായത് പെട്രോൾ ഗാജ് നമ്മുടെ ഈ മീറ്ററിൽ നോക്കുമ്പോൾ ഈ നീഡിൽ പെട്രോളിൻ്റെ ലെവൽ ഇത് കാണിക്കത്തില്ല. അതാണ് കംപ്ലൈൻറ്റ്. അതേസമയം സ്പീഡോമീറ്റർ നീഡിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ നീഡിൽ പെട്രോളിൻ്റെ നീഡ്. അതായത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ കട്ടറിലൊക്കെ വീഴുമ്പോൾ ഒന്ന് കയറി വരും. അത് എന്താണ് പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട്. അതിൻ്റെ പേരാണ് ഫ്ലോട്ട്, പെട്രോൾ ഫ്ലോട്ട്. അതായത് ഇതിനകത്തൊരു ഡെപ്പി പോലത്തെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി, അതോ മീറ്റർ ആണോ കംപ്ലൈൻ്റ് എന്നറിയുന്നതിന് ഒരു ടിപ്പുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ലൈൻ. ഇതാണ്ടോ ഈ ലൈൻ, ഇതാണ്ടോ ഇതാണല്ലേ. അപ്പോൾ ഇതിനെ ഇവിടെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെളിയിലോട്ടൊന്ന് വലിക്കണം. വെളിയിലോട്ട് വലിച്ചിട്ട് ഇത് ഈ വയറല്ല, ഈ വയറിങ് കിറ്റിൽ വരുന്ന ഈ വയറിൽ ഒരു പ്ലെയിൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് ഷോർട്ട് ചെയ്യണം. ഇതിങ്ങനെ ഈ രണ്ട് വയറും കൂടെ ഇതിങ്ങനെ ഒന്ന് ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മീറ്ററിൽ നോക്കുമ്പോൾ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മീറ്റർ നല്ലതാണ്. പക്ഷേ ഫ്ലോട്ട് കംപ്ലൈൻ്റ് ആയിരിക്കും. കണ്ടില്ലേ, അത് ഫുള്ള് കയറിയിട്ട് താഴെ വരും. അപ്പോൾ മീറ്റർ കുഴപ്പമില്ല, മീറ്റർ ഗേജ് കുഴപ്പമില്ല, ഫ്ലോട്ട് ഗേജ് കംപ്ലൈൻ്റ്. അപ്പോൾ ഈ വയറിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുക. ഇതൊരു നല്ല പരിപാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലോട്ട് നമുക്കൊന്ന് ഊരിയെടുക്കണം. കണ്ടില്ലേ, ഊരിയിട്ട് ഒരു പ്ലെയിൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതാ ഇവിടെ ഒരു സ്റ്റോപ്പറുണ്ട്. അതായത് ഇങ്ങനെ കണ്ടോ, എന്നിട്ട് ഇതിനെ പിക്ക് ചെയ്തെടുക്കണം. കണ്ടോ, അതായത് ഇത് പ്രസ് ചെയ്ത് അതിങ്ങനെ ലോക്കായിരിക്കുകയില്ലേ, ഇതിനെ ഒന്ന് നമുക്ക് ഈ വെട്ടിന് നേരെ കൊണ്ടുവരാം. കണ്ടോ, എന്നിട്ട് പതുക്കെ ബലപ്പിക്കാതെ ഇതാണ് ഫ്ലോട്ട്. അപ്പോൾ ഇവിടെ ഒരു ബ്ലൈഡ് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യും. ഇതിൽ ഒരു വൈൻഡിങ് സെക്ഷനുണ്ട്. ആ വൈൻഡിങ് സെക്ഷനിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ഈ മീറ്ററിൽ ഗേജ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പുതിയത് ഞാനൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഹോണ്ടയുടെ 210 രൂപയാണ് ഇതിൻ്റെ വില. ഇതാണ് ആ സാധനം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് അറിയുന്നതിന് വേറൊരു ഇതും കൂടെ ഉണ്ട്. നമ്മൾ ഇതിങ്ങനെ ചെവിയിൽ ഇതിങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കിറന്നൊരു ശബ്ദം. അതായത് ഈ ബ്ലൈഡ് ഈ വൈൻഡിങ്ങിൽ തട്ടിപ്പോകുന്ന ഒരു ശബ്ദം. അതേസമയം ഇതിൽ ആ ശബ്ദം ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അത് ട്രഞ്ചനെ കേൾക്കും, കിട്ട് 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 കിട്ട്. പക്ഷേ ഇതിലത് ബ്രേക്കാണ്. അതേസമയം ഇതിലെ ആ ബ്ലൈഡ് ഒന്ന് നമുക്ക് കൊള്ളിച്ചിട്ട് കഴിഞ്ഞാൽ വർക്കാവും. പക്ഷേ അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിപാടിയല്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പിന്നെയും പ്രശ്നമാണ്. പക്ഷേ ആ വൈൻഡിങ് കട്ടായിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല. എന്തായാലും ഞാനിത് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്ലോട്ട്. നമ്മൾ എടുക്കുമ്പോൾ ഇതൊന്ന് ബെൻഡ് ആവാതെ നോക്കിക്കോണം. ഈ സ്റ്റോപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചലിക്കാൻ പാടില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വളയരുത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വയ്ക്കാം. പക്ഷേ ഇവിടെ ഒരു ഓറിങ് ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഓറിങ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ പതുക്കെ വച്ചിട്ട് ഇതിൽ വേറൊരു കാര്യമുള്ളത്, ഇതാ ഈ സ്റ്റോപ്പർ കണ്ടോ, ഇത് ഇങ്ങനെ തള്ളിയിരിക്കുന്ന ഭാഗം, അത് ഇവിടെ തള്ളിയിരിക്കുന്ന ഈ ഭാഗത്ത് വരണം. അല്ലെങ്കിൽ ആ ഫ്ലോട്ട് സൈഡിൽ എവിടെയെങ്കിലും പിടിച്ച് സ്ട്രക്കായിട്ട് വർക്ക് ചെയ്യാതിരിക്കും. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ ലോക്ക് ബ്ലൈഡ് നമുക്കിതിൽ നിന്ന് എടുത്ത് ഇത് കണ്ടോ, തിരിയാതെ ഇങ്ങനെ ഉയർന്നകത്തൂടെ കയറ്റി ഇങ്ങനെ ഈ ബൂട്ട് ശ്രദ്ധിച്ചെടുത്ത് നേരത്തെ പറഞ്ഞ അളവ് മാറാതെ ഇങ്ങനെ ഈ ലോക്ക് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ
കണ്ടോ, ലോക്കായി കഴിഞ്ഞു, ഫുൾ ടൈറ്റ്. അതാ ഇവിടെ വന്ന് ഇത് തട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ ബൂട്ടും കൂടെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് ഈ വയറ് അടിയിൽ കൂടെ നേരത്തെ കിടന്നതുപോലെ കണ്ടില്ല, ഇവിടെ ഒരു ക്ലിപ്പിൽ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ആ സോക്കറ്റിൽ നമുക്ക് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കതൊന്ന് നോക്കാം. കണ്ടോ, ഗേജ് വർക്ക് ചെയ്യുന്നുണ്ടോ? നേരത്തെ ഒട്ടുമേ വർക്ക് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഹാഫ് ടാങ്ക് അടുപ്പിച്ച് പെട്രോളുണ്ട്, അതായത് 1.5-2 ലിറ്റർ പെട്രോളുണ്ട്. അപ്പോൾ ആ ചുവപ്പ് കഴിഞ്ഞ് ഇനി വന്നു. ഓഫ് ചെയ്യുമ്പോൾ താഴെ പോകുന്നു, ഓൺ ചെയ്യുമ്പോൾ കയറും. അപ്പോൾ ഫ്ലോട്ട് ഇപ്പോൾ പെട്രോൾ ഗേജ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് ആ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കുന്നത്, ഫ്ലോട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.